നമുക്കറിയാം, ഇന്നലെ ഒരു വലിയ മഹാസമ്മേളനമാണ് കാസർഗോഡ് കുനിയയിൽ വെച്ച് നടന്നത് എന്നുള്ളതാണ്. സമസ്തയുടെ 100-ാം വാർഷികം അതിഗംഭീരമായ പരിപാടിയിൽ ഇ.കെ. വിഭാഗം സമസ്ത ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഇ.കെ. വിഭാഗം സമസ്തയുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായി അഭിമാനം വിളിച്ചൂതുന്ന രീതിയിൽ ജനലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു മഹാസമ്മേളനം തന്നെ നടന്നു എന്നുള്ളതാണ്. തികച്ചും സമസ്തയുടെ ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ പാടില്ലാത്ത രീതിയിൽ തന്നെ സംഘടിപ്പിക്കുവാൻ 100-ാം വാർഷികം അവർ ആഗ്രഹിച്ചിരുന്നു. അത്തരത്തിൽ തന്നെ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ ഗംഭീരമായി വളരെ വിശാലമായ ഗ്രൗണ്ടിൽ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനം തന്നെയാണ് കാസർഗോഡ് കുനിയയിൽ വെച്ച് ഇക്കഴിഞ്ഞ ദിവസം നടന്നത്. പക്ഷേ ഇതിനൊക്കെ അടുത്ത് ഈ ഒരു സമ്മേളനം നടക്കുമ്പോഴേക്ക്, ഈ ഒരു 100-ാം വാർഷിക സമ്മേളനം നടക്കുമ്പോഴേക്ക് സമസ്തയിലെ ഇരുവിഭാഗവും ഒന്നായ ഒരു സമ്മേളനം നടക്കാൻ സാധ്യതയുണ്ട്, സുന്നികൾ തമ്മിൽ ഐക്യപ്പെടുന്നു എന്നൊക്കെ വളരെ വലിയ ചർച്ചകളും സമൂഹത്തിൽ അത്തരത്തിലുള്ള വലിയ വാർത്തകളും ഒക്കെ പരന്നിരുന്നു. എന്നെപ്പോലെയുള്ള സുന്നി ഐക്യം ആഗ്രഹിക്കുന്ന പല ആളുകളും അതിനുവേണ്ടി കാത്തു നിൽക്കുകയും അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും സുന്നി ഐക്യത്തിലേക്ക് സുന്നികൾ തമ്മിലുള്ള മാനസികമായ അടുപ്പം എത്തിയിട്ടുണ്ടെങ്കിലും ഒരുമിച്ചൊരു സമ്മേളനം നടന്നിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണെന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ സുന്നികൾ ഒന്നായ ഒരു സമ്മേളനം നടത്തുകയും യോജിക്കേണ്ടതും ആവശ്യമില്ല, മാനസികമായി ഐക്യപ്പെട്ടാൽ മതി എന്നുള്ളതാണ്. അതിവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതിന് തികച്ചും പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമ്മേളനം തന്നെ അത് വിളിച്ചൂതുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ സമ്മേളനത്തിൽ 1-2 വലിയ പ്രഖ്യാപനങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തി. ആ ഒരു പ്രഖ്യാപനത്തിന്റെ വിശദീകരണത്തിലേക്കും അത് കേൾക്കുന്നതിനും മുമ്പ് ഈ സമ്മേളനത്തിന് സമസ്ത 100-ാം വാർഷിക സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ 1926 സമസ്ത രൂപീകരിച്ച് 2026 സമസ്ത എത്തി നിൽക്കുമ്പോൾ 100 പ്രകാശ വർഷം കഴിഞ്ഞ് നടത്തുന്ന ഈ സമ്മേളനത്തിലേക്ക് സമസ്ത എത്തി നിൽക്കുമ്പോൾ സമസ്ത ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇ.കെ. വിഭാഗം സമസ്ത ഈ 100 വർഷത്തിനിടക്ക് സമസ്ത രൂപീകൃതമാകുന്നത് ഒറ്റക്കാലിൽ നിൽക്കുവാനും ഇവിടെ പുത്തൻവാദികളെ എതിർക്കുവാനും അവരെ സുന്നികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ഇത് വഴിവെച്ച പ്രസ്ഥാനങ്ങളാണ് പുത്തൻവാദികളെന്നും നമുക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയധാരയിലൂടെ നടന്നു പോകേണ്ടതുണ്ടെന്നും കേരളത്തിലെ സുന്നികളെ അത്തരത്തിൽ പഠിപ്പിക്കുവാനും മറ്റുമൊക്കെ ഉണ്ടാക്കിയ സമസ്ത പല വഴികളിലൂടെ സഞ്ചരിച്ചു. പലപ്പോഴും ലീഗും ദീനും ഒന്നായി എന്ന ഒരു മട്ടിൽ മുസ്ലിം ലീഗും സമസ്തയും ഒന്നായി വരെ സഞ്ചരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. സമസ്തയെ പൂർണ്ണമായും ലീഗ് കൈയടക്കുകയും ലീഗ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും സമസ്തയുടെ കോളേജുകളിലെ സമ്മേളനങ്ങളും സമസ്തയുടെ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ 2026 ഇന്നലെ 100-ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ ഈ സമ്മേളനം പൂർണ്ണമായും എൻ്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ സമസ്തയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നടത്തപ്പെട്ട ഒരു സമ്മേളനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ ഒരു സമ്മേളനത്തിന്റെ നിയന്ത്രണത്തിലോ ഈ ഒരു സമ്മേളനത്തിന്റെ നടത്തിപ്പിലോ ഒരു കൈയവകാശവും ഇല്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ കേരളത്തിലെ മറ്റു ചില പാർട്ടികളും നേതാക്കളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ പങ്കെടുക്കുന്നത് പോലെ മുസ്ലിം ലീഗും ഒന്ന് പങ്കെടുത്തു എന്നല്ലാതെ മുസ്ലിം ലീഗ് കൈയടക്കി വെക്കുന്ന ഒരു സ്വഭാവമോ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായി ഒരു കാലിൽ നിൽക്കുവാൻ സമസ്ത എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് 100-ാം വാർഷികത്തിലേക്ക് ഇ.കെ. വിഭാഗം സമസ്ത എത്തുമ്പോഴുള്ള ഒരു കാര്യമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് ഈ സുന്നി ഐക്യത്തിന്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അത് സമസ്തയിൽ നിന്ന് വിട്ടുപോയ സുന്നി സംഘടനകളൊക്കെയും സമസ്തയിലേക്ക് മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ്. ഇത് പറയുന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ജിഫ്രി തങ്ങൾ പറയുന്നതെന്ന് കേൾക്കാം. പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. നമ്മൾ ഗർവാഫസി എന്നൊക്കെ കേട്ടിട്ടില്ലേ?
അപ്പോൾ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കഴിഞ്ഞ ഈ 4-ാം തീയതി നടന്ന മുശാവറ യോഗത്തിലുള്ളതായ ഒരു പ്രമേയവും ഒരു തീരുമാനമാണ്. അപ്പൊ അതാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് സമസ്തയിൽ നിന്ന് വിട്ടുപോയ സംഘടനകളൊക്കെയും മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണമെന്നാണ്. ഈ ഒരു സംഭവം നേരിട്ട് നമ്മൾ ഒരുപക്ഷെ ഇത് സമസ്തയിൽ നിന്ന് വിട്ടുപോയ ഏറ്റവും വലിയ സുന്നി സംഘടന എന്ന് പറയുന്നത് അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിയന്ത്രിക്കുന്ന സമസ്ത എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് സംസ്ഥാനയായാലും മറ്റു വിഭാഗങ്ങളായാലും ചെറിയ ആശയപരമായി ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അവർക്ക് മസലകളിലും മറ്റുമൊക്കെ ചില തർക്കങ്ങളുണ്ട്. ഒരു തർക്കവും ഒരു ആശയ ഭിന്നതയും ഒന്നുമില്ലാത്ത ഒരു സുന്നി സംഘടന എന്ന് പറയുന്നത് അത് കാന്തപുരം ഉസ്താദ് നിയന്ത്രിക്കുന്ന സമസ്ത തന്നെയാണ്. ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ ഈ കാസർഗോഡ് കുനിയയിൽ ചേർന്നിട്ടുണ്ടെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളിൽ ഒന്നാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ വിഷയം പറയുന്നത്. ഇതൊരു തക്ബീർ കേൾക്കേണ്ടത് കൊണ്ടോ മറ്റോ വെറുതെ പറഞ്ഞതല്ല. കാരണം ഇത് പറയുമ്പോൾ ഇത് സുന്നി ഐക്യത്തിന്റെ ഏറ്റവും വലിയ ഒരു കാഹളം മുഴക്കളി തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളിലൂടെ ഈ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ സമ്മേളനത്തിന് പഴയ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായുള്ള ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പൂർണ്ണമായും കൈവിട്ടു വന്ന മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ മുസ്ലിം ലീഗിനെതിരാണെന്നോ മറ്റോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. നമ്മുടെ പാർട്ടി തന്നെയാണ്, സമുദായ പാർട്ടിയാണ്. പക്ഷേ മുസ്ലിം ലീഗായി നിൽക്കണം, സമസ്തയായി നിൽക്കണം എന്ന ആശയമാണ് എനിക്കുള്ളത്. അതൊരു പ്രത്യേകതയായി നമ്മൾ ഈ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 89-ൽ സമസ്തയിൽ പിളർപ്പുണ്ടായതിന് ശേഷം ഈ കെ വിഭാഗം സമസ്തയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായും അതിൽ മറുവിഭാഗം സമസ്തയെ എന്തെങ്കിലും ഒന്ന് ചെറുങ്ങനെ നുള്ളി നോവിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ, മറ്റു ചില വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമ്മേളനത്തിൽ അത്തരത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ ഒരു വിഭാഗത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന സമസ്തയെ തങ്ങളിലേക്ക് വന്ന് ചേരണമെന്നാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് അവിടെ കൂടിയിരിക്കുന്ന എല്ലാ അണികൾക്കുമുള്ള ഒരു നിർദ്ദേശമാണ്. അതായത് നമ്മൾ അവരോടൊരു വൈരാഗ്യം വെക്കേണ്ടതില്ലെന്നും അവർ നമ്മളെ പോലെ തന്നെയാണെന്നും അവർ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളാണെന്നുമുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു വിഭാഗത്തെ പുറത്താക്കി കഴിഞ്ഞാൽ തീർച്ചയായും അവർ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവരെ പുറത്താക്കുന്നത്. അവർ തിരിച്ചു വരിക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അവരെ ആവശ്യമില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ പുറത്താക്കുക. എന്നാൽ ഒരു വിഭാഗം ഇറങ്ങിപ്പോകുകയാണെങ്കിൽ, ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതും പറയുന്നുണ്ട്, വിട്ടുപോയ എന്നാണ് പറഞ്ഞത്. നമ്മൾ പുറത്താക്കിയതാണ് എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നില്ല. ജിഫ്രി തങ്ങൾ പറഞ്ഞത് വിട്ടുപോയ, അതായത് AP വിഭാഗം പറയുന്നത് പോലെ ഇറങ്ങിപ്പോയ എന്നുള്ള ഒരു അർത്ഥത്തിൽ നമുക്കതിനെ വെക്കാവുന്നതാണ്. അപ്പോ ഇറങ്ങിപ്പോയി പുനഃസംഘടിപ്പിച്ചു എന്നാണ് കാന്തപുരം ഉസ്താദിന്റെ വിഭാഗം പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വിട്ടുപോയ ആളുകൾ തിരിച്ചു വരണമെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പുറത്താക്കിയതല്ലെന്നും അവർ വിട്ടുപോയതാണെന്നും അവർ തിരിച്ചു വന്ന് ഒന്നിക്കണമെന്നുമുള്ള ഏറ്റവും വലിയ ഐക്യത്തിന്റെ കാഹളമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത് ഈ മഹാസമ്മേളനത്തിലൂടെ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ വേറെ ഒരു സംഗതി എന്ന് പറയുന്നത്, വിട്ടുപോയവർ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വന്ന് ചേരണം എന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങൾ നമുക്കതിൻ്റെ ഉൾഭാഗങ്ങളിൽ കാണാം. അത് ഒരുപക്ഷെ നമ്മുടെ കാന്തപുരം ഉസ്താദിന്റെ സംഘടനയോട് ഇത് പറയുമ്പോൾ അവർ ഒരുപക്ഷെ പറയും അത്തരത്തിലാണെങ്കിൽ മാതൃസംഘടന ഇപ്പുറത്തുള്ളതാണ് എന്ന്, ഒരുപക്ഷെ അവരുടെ സമസ്തയാണെന്ന് പറയും. കാരണം ഏതാണ് യഥാർത്ഥ സമസ്തയെന്ന് തീരുമാനമാകാത്ത സ്ഥിതിക്ക് അവർ ഒരുപക്ഷെ പറയും 1926-ൽ ഇത് സംഘടിപ്പിക്കുന്ന സമയത്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സമസ്തക്കൊരു ഔദ്യോഗിക പതാകയുണ്ടാക്കിയിട്ടുണ്ട്, ആ പതാക ഇന്ന് ഞങ്ങളുടെ കൂടെയാണുള്ളത് എന്നു തുടങ്ങി സമസ്തയുടെ ചിഹ്നങ്ങളും സമസ്തയുടെ ആധാറുകളൊക്കെയും ഞങ്ങളുടെ കൂടെയാണുള്ളത്
എന്നൊരുപക്ഷെ അവർ പറഞ്ഞേക്കാം. സമസ്ത രണ്ടാളും ഒന്നായുള്ള അവസരത്തിൽ ഉണ്ടാക്കിയ SSF-ഉം അതുപോലെ തന്നെ SYS-ഉം അതുപോലെ തന്നെ സമസ്തയുടെ പതാകയും റിസാലയും സിറാജും അങ്ങനെ സമസ്തയുടെ ചിഹ്നങ്ങളും ആസാറുകളും ഒക്കെയും AP വിഭാഗം സമസ്തയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും മാതൃസംഘടനയിലേക്ക് വരിക എന്ന് പറയുന്നതിൽ ഒരു ചേർച്ചക്കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഏതായാലും ഒന്നിക്കുന്നതിൽ പ്രശ്നങ്ങളില്ല എന്നാണ് ജിഫ്രി തങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ആകസാരം. ഇത് ജിഫ്രി തങ്ങൾ 2026 കാസർഗോഡ് 100ാം വാർഷിക സമ്മേളനത്തിൽ കുനിയയിൽ വെച്ച് പ്രസ്താവിക്കുമ്പോൾ EK വിഭാഗം സമസ്ത എത്തി നിൽക്കുന്ന ഈ ഒരു കാലാവസ്ഥക്കും വലിയ മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. 1926 സമസ്ത രൂപീകരിച്ച് 1989 ദൗർഭാഗ്യവശാൽ സമസ്തയിൽ ഒരു പിളർപ്പുണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ആ പിളർപ്പുണ്ടാകുന്നതിന് ഏറ്റവും വലിയ ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ കൃത്യമായ ഒരു നിയന്ത്രണം സമസ്തയെ വിഴുങ്ങുന്ന സമയത്താണ് ഈ ദീനൊന്ന് വേറെ, സമസ്തയൊന്ന് വേറെ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഒന്ന് വേറെ. സമുദായ പാർട്ടി ഇവിടെ വേണം, മുസ്ലിം ലീഗ് ആവശ്യമാണ്, അത്യാവശ്യമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ രീതിയിൽ ചലിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്ന കാന്തപുരം ഉസ്താദിന്റെ നയം, അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻവാദികളോട് ഉള്ള സമീപനം. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അതിൽ മുജാഹിദും അത് ഇതര പുത്തൻവാദികളൊക്കെയും ഉണ്ടായിരിക്കാം, അതിൽ സ്വാഭാവികമാണ്. എന്നാൽ അത്തരത്തിലുള്ള മുസ്ലിം ലീഗിന്റെ സമീപനം സമസ്തയുടെ സമീപനം തന്നെയായി മാറുമ്പോൾ പുത്തൻവാദികളോടുള്ള ചില സമീപനത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും മുസ്ലിം ലീഗും സമസ്തയും ഒന്നായി പോകുകയില്ല എന്ന അഭിപ്രായ വ്യത്യാസവുമായിരുന്നു കാന്തപുരം ഉസ്താദിന്റെ വിഭാഗത്തിന് വിട്ടുപോകാനുള്ള ഇറങ്ങിപ്പോകുവാനുള്ള കാരണങ്ങളായി ഉണ്ടായിരുന്നതെങ്കിൽ, അങ്ങനെ ഇറങ്ങിപ്പോയി അവരത് സമസ്തയെ പുനഃസംഘടിപ്പിക്കുവാനുള്ള കാരണമുണ്ടായത് എങ്കിൽ അതിനിടക്ക് EK വിഭാഗം സമസ്ത ഇങ്ങനെ സഞ്ചരിച്ച് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ജിഫ്രി തങ്ങൾ കാന്തപുരം ഉസ്താദ് സമസ്തയെ എത്തരത്തിൽ നയിക്കണമെന്ന് ആഗ്രഹിച്ചോ അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് പൂർണ്ണമായും ഇറങ്ങി വന്നുകൊണ്ട് ഒരു സമുദായ പാർട്ടിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടിയറ വെക്കാതെ ഞങ്ങളെ ആരും നിയന്ത്രിക്കേണ്ടതില്ലെന്നും മറ്റുമുള്ള പ്രസ്താവനകൾ നടത്തുകയും മുസ്ലിം ലീഗ് അനുഭാവികളായ ചില സമസ്തയിലെ ചില മുസ്ലിയാക്കന്മാരെ പോലും ഒരു രീതിയിൽ അങ്ങ് മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം സമസ്തയെ കൽബിൽ കൊണ്ടു നടക്കുന്ന, സമസ്തക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരെ സമസ്തയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തി നേതാക്കന്മാരായി കൊണ്ടുപോയി എന്നിട്ട് സമസ്ത ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരവസരത്തിൽ ഒറ്റക്കാലിൽ നിർത്തിയിട്ട് ആണ് ഈ കാസർഗോഡ് കുനിയയിൽ സമസ്തയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായം കൂടാതെ ഒരു സമ്മേളനം നടത്തി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഈ ഒരു പ്രസ്ഥാനവുമായി ഒന്നിക്കുവാൻ, യോജിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. ഞങ്ങളും കാന്തപുരവും ഇപ്പോൾ ഇരു സുന്നികളും ഒരേ നയത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിടയിൽ 89 തകരാനും പിളരാനും ഉണ്ടായ കാരണങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് പ്രാവർത്തികമാക്കിയതിന് ശേഷമാണ് കാന്തപുരം ഉസ്താദിനോട് ഇതിലേക്ക് വന്ന് ചേരാൻ പറഞ്ഞത്. അങ്ങനെയാണ് അത് മാത്രവുമല്ല, ഈ 89 ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുത്തൻവാദികളോട് ഉള്ള സമീപനത്തിൽ ചില വ്യത്യാസങ്ങൾ സമസ്ത ഉണ്ടാക്കിയത് തന്നെ, സമസ്ത നിർമ്മിച്ചത് തന്നെ, ഇവിടെ സംഘടിപ്പിച്ചത് തന്നെ പുത്തൻവാദികളോട് സലാം പറയാൻ പാടില്ലെന്ന് പറയുവാനും അവരെ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയക്കാരായ ഇവിടുത്തെ സുന്നികൾക്ക് ഈ വാദം പുത്തൻവാദമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുമായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമീപനം EK വിഭാഗം സമസ്തക്ക് കർശനക്കുറവുണ്ടായപ്പോഴായിരുന്നു AP വിഭാഗം വിട്ടുപോയതെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിലും മാറ്റം വരുത്തി എന്നുള്ളതാണ്. കർക്കശമായ പുത്തൻവാദികളോട് വളരെ കൃത്യവും വ്യക്തവുമായ സമീപനം സ്വീകരിക്കുകയും അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവർ തന്നെയാണെന്ന് വളരെ ശക്തവും വ്യക്തവുമായി പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ
കാന്തപുരം ഉസ്താദിനെ ഇനി നമുക്ക് യോജിക്കാവുന്നതാണ്, നമുക്ക് ഒന്നിക്കാവുന്നതാണ്, നമ്മൾ തമ്മിൽ വ്യത്യാസങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുപോയവർ നമുക്ക് ഒന്നിക്കുവാൻ വേണ്ടി വരണമെന്ന ആഹ്വാനം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു പ്രസ്താവനയിൽ, ഈ ഒരു ആഹ്വാനത്തിൽ ഇങ്ങനെ ഒരുപാട് വായിച്ചെടുക്കുവാനുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പിൽക്കാലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അവരോട് യോജിക്കുവാൻ കഴിയില്ല, അവർക്ക് അത്തരത്തിലില്ല ഇത്തരത്തിലില്ല, അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള പല വാദങ്ങളുമായിരുന്നെങ്കിൽ ഇതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായി ആരെയും ചീത്ത പറയാതെ, ആരെയും കുറ്റം പറയാതെ ഒരു സമ്മേളനം നടത്തുകയും എന്നിട്ട് ആ സമ്മേളനത്തിൽ നിന്ന് തീർച്ചയായും ഇത്തരത്തിൽ സമസ്തയെ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് സുന്നികൾ യോജിക്കണമെന്നുമുള്ള പ്രസ്താവനയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ ഒരു പ്രസ്താവന എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകൾക്ക്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകിച്ച് 89-ൽ പിളർന്ന ഇരു സുന്നികളും ഒന്നായി ഐക്യത്തോടെ ഒരേ മാനസികാവസ്ഥയിൽ ചീത്ത പറയാതെ കുറ്റം പറയാതെ കടന്നു പോകണമെന്ന്, അതായത് തൻ്റെ സഹോദരനെ സ്വീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ സുന്നികൾക്കിടയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു പ്രസ്താവനയാണ്, ഒരൈക്യം നൽകുന്ന, ഒരു സമാധാനം നൽകുന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തിലധികം ഈ വഫിയ വിഷയത്തിൽ സമസ്ത പുറത്താക്കപ്പെട്ട, സമസ്ത മാറ്റി നിർത്തപ്പെട്ട ആളുകൾ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം അവർ തിരിച്ചു വരണമെന്നാണ് പറഞ്ഞതെങ്കിൽ, ഈ AP വിഭാഗത്തെ പേര് പറയാതെ പറയുമ്പോൾ സമസ്തയിൽ നിന്ന് വിട്ടുപോയവർ തിരിച്ചു വരണം എന്ന് മാത്രമാണ് പറഞ്ഞത്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നോ അവരെന്തെങ്കിലും ഒന്ന് ശരിയാക്കണമെന്നോ ഒന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞില്ല. കാരണം അവർക്കിടയിൽ ഒന്നും ശരിയാക്കാനില്ല, ഞങ്ങളായിരുന്നു ശരിയാക്കേണ്ടിയിരുന്നത്. അതൊക്കെയും ഞങ്ങൾ കൃത്യമായ കാന്തപുരം ഉസ്താദ് അന്ന് പറഞ്ഞ ആശയത്തിലേക്ക് സമസ്തയെ എത്തിച്ചു നിർത്തിയതിന് ശേഷമാണ് ക്ഷണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ക്ഷണം. ഈ ക്ഷണം കേരളത്തിലെ സുന്നികൾക്ക് സന്തോഷം നൽകുന്നതാണ്. നമുക്കറിയാം, മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഈ 89-ൽ പിളർന്നതിന് ശേഷം ഇത്തരത്തിലുള്ള നയം സ്വീകരിച്ച് കാന്തപുരം ഉസ്താദും അദ്ദേഹത്തിൻ്റെ സമസ്തയും മുന്നോട്ട് പോയപ്പോൾ അവർക്ക് മുസ്ലിം ലീഗിനോട് എന്തോ ഒരു വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞു വരുത്തുകയും അവരെ പലപ്പോഴും അരുവാൾ സുന്നികളായി ചിത്രീകരിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. എന്നാൽ അതിൻ്റെ കോപ്പി എന്നോണമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ, ഉമർ ഫൈസിയുടെയും ഒക്കെ നേതൃത്വത്തിൽ സമസ്തയെ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന പ്രോഗ്രാമുകൾ, പരിപാടികൾ ആവിഷ്കരിച്ചപ്പോൾ സമസ്ത ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുമായി ബന്ധം സ്ഥാപിക്കുന്നു എന്നൊക്കെ. അതുമാത്രവും പോരാ, ഉമർ ഫൈസിയെ കൃത്യമായും കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ ചിത്രീകരിക്കുന്ന ഒരവസ്ഥ. അതായത് അന്ന് 89-ന് ശേഷം കാന്തപുരം ഉസ്താദിനുണ്ടായ അതേ അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായ പാർട്ടിയിലെ തന്നെ, നമ്മുടെ തന്നെ പാർട്ടിയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ അവർക്ക് അവരുടെ തണലിൽ നിന്നിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാക്കുന്ന അന്നത്തെ സ്വഭാവം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ, മാസങ്ങളിൽ പോലും തുടർന്നു എന്നുള്ളത് നമുക്ക് പ്രകടമായി കാണാമായിരുന്നു. ഈ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസമാണെന്ന് തോന്നുന്നു ഉമർ ഫൈസി അത് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അതായത് എന്നെ ചില ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാക്കുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിമിന്, ഒരു മൂമിനിന് കമ്മ്യൂണിസ്റ്റുകാരനാകാനേ പറ്റില്ല എന്ന് അദ്ദേഹം തുറന്നങ്ങ് പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആളാണ്, പക്ഷെ ദീൻ പറയുന്ന വിഷയത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെടേണ്ടതില്ല, രാഷ്ട്രീയക്കാരുടെ പണിയെടുക്കണം, പണ്ഡിതന്മാരുടെ പണിയെടുക്കുമെന്ന് വളരെ കൃത്യമായി ശക്തവുമായി ആശയം പറയുന്ന ഒരു വ്യക്തിയാണ് ഉമർ ഫൈസി എൻ്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ ഏതായാലും ഈ ഒരു ഐക്യത്തിൻ്റെ ആഹ്വാനം കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ, സുന്നികൾക്കിടയിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രസ്താവന തന്നെയാണെന്ന് പറയാതെ വയ്യ. ഇനി AP വിഭാഗത്തിൻ്റെ 100-ാം വാർഷികം വളരെ ഗംഭീരമായി, വളരെ വലിയ ഒരു സമ്മേളനം വരാനിരിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും തിരുവനന്തപുരത്ത് ഇക്കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഒരു കേരള യാത്ര നടത്തി വളരെ ഗംഭീരമായി അവസാനിപ്പിച്ചതൊക്കെയും നമ്മുടെ ഓർമ്മയിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ അവരുടെയും 100-ാം വാർഷികം ഇതുപോലെ വളരെ ഗംഭീരപരമായി സുന്നികൾക്ക്
അഭിമാനം പകരുന്ന രീതിയിൽ തന്നെ നടത്താൻ അവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.